കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ദശരഥ മഹാരാജാവിൻ്റെ യജ്ഞത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭഗവാൻ നാരായണൻ അയോധ്യയിൽ ജന്മമെടുക്കാൻ പോവുകയാണ്. ദശരഥ മഹാരാജാവ് 1 വർഷം നീണ്ടു നിൽക്കുന്ന യജ്ഞമാണ് ചെയ്തത്. ആ യജ്ഞഭൂമിയിലേക്ക് ശ്രീധരൻ സ്വന്തം രൂപത്തിൽ എഴുന്നള്ളുന്നു. ആ സമയത്ത് ഋഷ്യശൃംഗൻ ദശരഥ മഹാരാജാവിനോട് പറയുകയാണ്, മഹാരാജാവേ, അങ്ങ് പുണ്യവാനാണ്. അങ്ങയുടെ കുടുംബത്തിൽ ശ്രീഹരി ജനിക്കുവാൻ പോകുന്നു. ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഒരു അശരീരി അവിടെ കേൾക്കുന്നു. രാവണനെ വധിക്കുവാനായി ഭഗവാൻ അവതരിക്കുവാൻ പോകുന്നു. ഇങ്ങനെയൊരു ആകാശവാണിയാണ് കേട്ടത്. ഭഗവാൻ ആ യജ്ഞവേദിയിലേക്ക് എഴുന്നള്ളിയത് അവിടെ ഉണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരായ മഹർഷിമാർ മാത്രമാണ് കണ്ടത്. അവർക്ക് മാത്രമാണ് കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിച്ചത്. അതല്ലാതെ സാധാരണ ജനങ്ങൾക്ക് ഭഗവാന്റെ തിരുരൂപം അവിടെ ദർശിക്കുവാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം ഋഷ്യശൃംഗൻ അഗ്നിയിൽ ആഹൂതി അർപ്പിക്കുന്നു. ആ സമയം വിഷ്ണു രൂപത്തിൽ യജ്ഞപ്രസാദ പായസം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഋഷ്യശൃംഗൻ വിഷ്ണു മന്ത്രം കൊണ്ട് ആ പായസത്തിനെ പൂജിക്കുന്നു. അതിനുശേഷം ആ അന്ധകമുനിയുടെ ശാപം എന്ന ആശീർവാദം അവിടേക്ക് പ്രവേശിപ്പിക്കുന്നു, ആ പായസത്തിലേക്ക് ആവാഹിക്കുന്നു. എന്നിട്ട് ഒരു ശുഭമുഹൂർത്തത്തിൽ ആ പ്രസാദം ഋഷി ദശരഥ മഹാരാജാവിന് നൽകുന്നു. അതിനുശേഷം തളിച്ചു ശുദ്ധമാക്കിയ വഴിയിലൂടെ നടന്ന് ദശരഥൻ ആ പായസവും കൊണ്ട് എവിടെ എത്തിച്ചേരുന്നു? അന്തഃപുരത്തിൽ എത്തിച്ചേരുന്നു. ഒന്നായിരിക്കുന്ന പായസത്തിനെ 2 പങ്കാക്കുന്നു. ആദ്യ പങ്ക് കൗസല്യയ്ക്ക് നൽകുന്നു, രണ്ടാമത്തെ പങ്ക് കൈകേയിക്ക് നൽകുന്നു. അങ്ങനെ അവർക്ക് 2 പേർക്കും നൽകിയതിനു ശേഷം ദശരഥ മഹാരാജാവ് യജ്ഞശാലയിലേക്ക് തിരിച്ചു പോകുന്നു. ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആര്? സുമിത്ര. സുമിത്ര കരഞ്ഞു. രാജാവ് തന്നെ ആശ്വസിപ്പിച്ചില്ലല്ലോ എന്ന ദുഃഖം അവിടെ സുമിത്രയ്ക്കുണ്ടായി. ഞാൻ ദൗർഭാഗ്യവതി എന്ന ചിന്ത സുമിത്രയ്ക്കുണ്ടായി. എൻ്റെ ജീവിതം വ്യർത്ഥമായി പോയി. എന്നെ വഞ്ചിച്ചിട്ട് എന്താണ് നേടാനുള്ളത്? ഇങ്ങനെയൊക്കെ സുമിത്ര പറയാൻ തുടങ്ങി. ഇത് കൗസല്യ റാണി കേൾക്കുന്നു. റാണി സുമിത്രയെ ദയോടുകൂടി നോക്കുന്നു. നമ്മൾ 3 പേരും സഹോദരിമാരാണ്. നിനക്ക് ഇതുകൊണ്ട് പുത്രൻ ജനിക്കുമെങ്കിൽ എൻ്റെ പങ്കിൻ്റെ പകുതി ഞാൻ നിനക്ക് നൽകാം. നിന്റെ പുത്രൻ എൻ്റെ പുത്രന് തുണയായിരിക്കട്ടെ. ഇങ്ങനെ കൗസല്യ റാണി സുമിത്രയോട് പറയുന്നു. ഇത് കേട്ടപ്പോൾ സുമിത്ര പറയുകയാണ്, എനിക്കങ്ങനെ ഒരു വരം അവിടുന്ന് നൽകുകയാണെങ്കിൽ എൻ്റെ മകൻ ദേവിയുടെ പുത്രൻ്റെ തോഴനായിരിക്കും. അത് കേട്ടതും തനിക്ക് കിട്ടിയതിനെ 2ആക്കി ആദ്യ ഭാഗം കൗസല്യ സേവിക്കുകയും രണ്ടാമത്തെ പങ്ക് സുമിത്രയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആര്? കൈകേയി. കൈകേയി സുമിത്രയെ വിളിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, സുമിത്രയെ, എൻ്റെ പായസത്തിൻ്റെ പകുതി
അതും ഞാൻ നിനക്ക് നൽകാം. അതിൽ നിന്നുണ്ടാകുന്ന പുത്രൻ എൻ്റെ പുത്രന് തുണയായിരിക്കണം. ഇങ്ങനെ കൈകേയിയും പറയുന്നു. അപ്പോൾ സുമിത്ര പറയുകയാണ്, എങ്കിൽ അങ്ങനെ തന്നെ എനിക്കുണ്ടാകുന്ന ആ പുത്രൻ ദേവിയുടെ പുത്രൻ്റെ ദാസനായിരിക്കും. ഇങ്ങനെ സുമിത്ര കൈകേയിയോട് പറയുന്നു. അത് കേട്ടതും സന്തോഷത്തോടു കൂടി കൈകേയി തൻ്റെ പ്രസാദത്തിൻ്റെ പകുതി സുമിത്രയ്ക്ക് നൽകുകയും ആ 2 ഭാഗങ്ങളും ആ 2 പ്രസാദങ്ങളും വെവ്വേറെ സുമിത്ര ഭക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ശുഭമുഹൂർത്തത്തിൽ നാരായണൻ 4 അംശങ്ങളായി 3 ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്രകാരം യജ്ഞം സമർപ്പിച്ച് ബ്രാഹ്മണർക്ക് ദാനവും ദക്ഷിണയും നൽകി ദശരഥൻ സന്തോഷിപ്പിക്കുന്നു. അവരെല്ലാവരും രാജാവിന് പുത്രനുണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു. ഋഷ്യശൃംഗൻ എല്ലാവരെയും അനുഗ്രഹിച്ചതിനു ശേഷം തിരിച്ച് അംഗദേശത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഈ റാണിമാര് 3 പേരും ആ പ്രസാദം ഭക്ഷിച്ചതിനു ശേഷം അവർക്കെല്ലാവർക്കും ഒരു ശോഭയുണ്ടായി തുടങ്ങി. കോടി സൂര്യപ്രഭയുള്ളവരായി തീർന്നു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ജരാനര ബാധിച്ചിരുന്നു തമ്പുരാട്ടിമാർക്ക്. അവർ 3 പേരും അതിനുശേഷം യൗവനം പ്രാപിക്കുകയാണ് ചെയ്തത്. 3 പേരും ഒന്നിച്ചു ഋതുവായി. ഗർഭാരംഭ ലക്ഷണമുള്ള ഋതുസ്നാനം. 2-ാം മാസത്തിൽ ശുഭലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. 4-ാം മാസത്തിൽ മനസ്സ് കുളിർന്നു. 5-ാം മാസത്തിൽ 3 ലോകത്തും ആ ശുഭവാർത്ത കേൾക്കുന്നു. പ്രഥമ ഗർഭത്തിൽ 3 പേരും ലജ്ജാവതികളായി. അവരുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി. മുലക്കണ്ണുകൾ കറുത്തു. കണ്ണുകൾ അലസങ്ങളായി. ശരീരം വിളറി. വസ്ത്രം ശരീരത്തിൽ ഉറയ്ക്കുന്നില്ല. അങ്ങനെ പല പല വ്യത്യാസങ്ങൾ. 3-ാം മാസത്തിൽ 3 പേർക്കും ദശരഥൻ ഗർഭരക്ഷയ്ക്ക് പഞ്ചാമൃതം നൽകുന്നു. കൗസല്യ നിരന്തരം പ്രഭു നാരായണനെ സ്വപ്നം കാണുന്നു. ശംഖുചക്രഗദാ പത്മധാരിയായ ചതുർഭുജൻ പുത്രഭാവത്തിൽ മടിയിലിരിക്കുന്നു. എന്നിട്ട് കൗസല്യയെ അമ്മേ എന്ന് വിളിക്കുന്നു. ഇതാണ് സ്വപ്നം. എന്നെ പുത്രനായി കണ്ട് അമ്മിഞ്ഞ തന്നു വളർത്തണമെന്ന് കുട്ടി അമ്മയോട് പറയുന്നതായി സ്വപ്നം കാണുന്നു. ഈ സ്വപ്നമെല്ലാം കൗസല്യ ദശരഥനോട് വിസ്തരിച്ചു തന്നെ പറയുന്നു. അന്ധകമുനിയുടെ ശാപം ഫലിച്ചിരിക്കുന്നു എന്ന് ചിന്തിച്ച് ദശരഥന് വലിയ സന്തോഷമാണ് ആ സമയത്ത് തോന്നുന്നത്. ദരിദ്രൻ ബ്രാഹ്മണർക്ക് കണക്കില്ലാത്ത സ്വർണം ദാനം ചെയ്യുന്നു. അങ്ങനെ ഗർഭകാലം പൂർണ്ണമായി. പ്രസവ സമയം അടുത്തു. ദശരഥൻ്റെ ആനന്ദം വർദ്ധിച്ചു. സന്തോഷം നിറഞ്ഞ മനസ്സോടെ ശ്രീപതി ഭൂമിയിൽ അവതരിക്കുന്ന ആ ദിവസത്തിനായി എല്ലാവരും കാത്തിരുന്നു. ആ ദിവസം ദേവന്മാർ ആകാശത്ത് നിരന്നു നിന്നു. ശുഭഗ്രഹങ്ങൾ സ്വസ്ഥാനങ്ങളിൽ ഉദിച്ചു. ദിക്കുകളെല്ലാം മംഗള നക്ഷത്രങ്ങളാൽ ശോഭിച്ചു. ആദ്യം കൗസല്യാദേവിക്കാണ് പ്രസവ ലക്ഷണങ്ങൾ കാണപ്പെട്ടത്. അന്തഃപുരത്തിൽ കടന്നു. മധുചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി ആ ശുഭമുഹൂർത്തത്തിൽ അങ്ങനെ ലോകനാഥൻ ഭൂമിയിൽ അവതരിക്കുന്നു.
പ്രസവ വേദനയില്ല, രക്തസ്രാവമില്ല. കോടി സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചതുപോലെ, ഇരുട്ടിൽ 1000 തിരികൾ കത്തിച്ചു വെച്ചതുപോലെ, അങ്ങനെ വെളുത്ത നിറത്തോടു കൂടിയ ശരീരത്തോടു കൂടി ശ്രീപതി ജനിക്കുകയാണ്. ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖം, മുട്ടോളമെത്തുന്ന നീണ്ട കൈകൾ, നീലോൽപ്പലം പോലെയുള്ള കണ്ണുകൾ, ചെഞ്ചുണ്ടുകൾ വർണ്ണിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. വെണ്ണ തോൽക്കുന്ന പൂവുടൽ, സിന്ദൂരവർണ്ണമുള്ള കാലുകൾ, താമര പോലെയുള്ള നാഭി, നാസികയെ ഉപമിക്കുവാൻ സാധിക്കുന്നില്ല. സ്ത്രീകൾ ജയാരവം മുഴക്കുന്നു, കുരവയിടുന്നു, മെല്ലെ മെല്ലെ പുക്കിൽ കൊടി മുറിക്കുന്നു. അങ്ങനെ ആ ശുഭവാർത്ത ലോകം അറിയുന്നു. കൗസല്യയുടെ തോഴി ആ ശുഭവാർത്ത രാജാവിനെ അറിയിക്കുന്നു. രാജാവിന് വലിയ സന്തോഷമാണ് തോന്നിയത്. രാജാവ് ധാരാളം ബ്രാഹ്മണർക്ക് എത്രയെത്ര ധനം ദാനം ചെയ്തു എന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല. വിവരം വന്നു പറഞ്ഞ ദാസിക്ക് 8 ആഭരണങ്ങളാണ് സമ്മാനമായി നൽകിയത്. ഇന്ദ്രൻ ഇന്ദ്രാണിയുടെ അടുത്തേക്കും ചന്ദ്രൻ രോഹിണിയുടെ അടുത്തേക്കും പോകുന്നത് പോലെ ദശരഥൻ മകനെ കാണുവാനായി കൗസല്യയുടെ അന്തഃപുരത്തിലേക്ക് കടക്കുന്നു. നാരായണൻ അമ്മയുടെ മടിയിലിരിക്കുന്നു. ദശരഥൻ ചെന്ന് മകനെ എടുക്കുന്നു. ലക്ഷം ലക്ഷം ചുംബനങ്ങൾ നൽകുന്നു. ദരിദ്രന് നിധികുംഭം കിട്ടിയതുപോലെ ദശരഥൻ സന്തോഷിക്കുന്നു. അന്ധന് കാഴ്ച കിട്ടിയാൽ എങ്ങനെ സന്തോഷിക്കും, അതുപോലെ ദശരഥൻ സന്തോഷിക്കുന്നു. രാമജന്മത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ സന്തോഷം കൊണ്ട് ദശരഥൻ കോരിത്തരിക്കും. അങ്ങനെ ശ്രീപതിയുടെ അവതാരം അത് പൂർണ്ണമായി കഴിഞ്ഞു. എന്തുകൊണ്ട് എനിക്ക് ദൈവം ആദ്യപുത്രനെ നൽകിയില്ല എന്നോർത്ത് കൈകേയിക്ക് വേദനയുണ്ടായി. ജ്യേഷ്ഠപുത്രൻ രാജാവാകും എന്ന് എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നു. എനിക്കെന്തുകൊണ്ട് ആദ്യപുത്രനെ ലഭിച്ചില്ല? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കൈകേയി പ്രസവ വേദന സഹിച്ചത്. പ്രഭു നാരായണൻ കൈകേയിയുടെ ഉദരത്തിൽ പത്മാസനത്തിലാണ് ഇരിക്കുന്നത്. ശുഭമുഹൂർത്തത്തിൽ ഉണ്ണി പിറക്കുന്നു. കൗസല്യ റാണിയുടെ മകനെ പോലെ തന്നെ അതേ മൂക്ക്, അതേ സൗന്ദര്യം, ഒന്നിനും വ്യത്യാസമില്ല. മന്ധര ദശരഥന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് കൈകേയിയുടെ ഉദരത്തിൽ അങ്ങേക്ക് ഉണ്ണി പിറന്നിരിക്കുന്നു എന്ന് പറയുന്നു. അത് കേട്ടതും ദശരഥന് വലിയ ആനന്ദമാണ് തോന്നിയത്. പുത്രമുഖം കാണുവാൻ കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് ദശരഥൻ വരുന്നു. പുത്രനെ കാണുന്നു. സന്തോഷം കൊണ്ട് ദാനങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം സുമിത്രയ്ക്ക് പ്രസവവേദന ആരംഭിക്കുന്നു. ഇരട്ടകളായി 2 പുത്രന്മാർ. ഗൗരവർണ്ണത്തിൽ 2 അവതാര പുരുഷന്മാർ. സ്ത്രീകൾ വായ്ക്കുരവകൾ മുഴക്കുന്നു. ദാസി ചെന്ന് ദശരഥനെ അറിയിക്കുന്നു. രാജൻ, സുമിത്രാദേവിയിൽ അവിടത്തേക്ക് 2 പുത്രന്മാർ പിറന്നിരിക്കുന്നു. ദശരഥന്റെ ആനന്ദത്തിന് അതിരില്ലായിരുന്നു. രാജഭണ്ഡാരത്തിലുള്ളതെല്ലാം അദ്ദേഹം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അങ്ങനെ 3 ഗൃഹങ്ങളിലായി 4 പുത്രന്മാരുടെ തിരുമുഖം ദശരഥൻ കാണുകയാണ്. 3-ാം യാമത്തിൽ ഗണകന്മാർ ഒത്തുകൂടുന്നു. അവര് ശുഭലഗ്നം ഗണിച്ചറിയുന്നു. കൗസല്യയുടെ പുത്രനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ പുത്രനാണ്
ഇനി രാജാവാകാൻ പോകുന്നത്. അവർ പറയുകയാണ്, അവർ ഗണിച്ചറിയുകയാണ്. സൂര്യവംശത്തിൽ പല രാജാക്കന്മാരും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കിടക്കുന്ന കുട്ടി, ഇവൻ എല്ലാവരെക്കാളും ശ്രേഷ്ഠനാണ്. ഇവൻ ചക്രവർത്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ മഹിമ ആർക്കും ഗണിക്കുവാൻ സാധിക്കുകയില്ല. കണ്ടിരിക്കുന്ന ലക്ഷണങ്ങൾ പറയുന്നത് ഭഗവാൻ നാരായണനാണ് അവതരിച്ചിരിക്കുന്നത്. അതാണ് രാമൻ. ധനത്തിൽ ലക്ഷ്മി, യമന് ഭയം നൽകുന്നവൻ. ഇങ്ങനെ ഗണിച്ചു പറയുന്നു ഗണകന്മാർ. അതോടുകൂടി അയോധ്യയിൽ ആനന്ദ കോലാഹലമുണ്ടായി. ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും മംഗളങ്ങൾ നേരുന്നു. എല്ലാവർക്കും രാജാവ് നിരവധി സമ്മാനങ്ങൾ നൽകുന്നു. ഗണകന്മാർ സന്തോഷിച്ചു. കമണ്ഡലവും ദണ്ഡുമേന്തിയ മഹർഷിമാർ ആനന്ദ നൃത്തം ചെയ്യുന്നു. സ്വർഗത്തിൽ ദേവന്മാരും ഭൂമിയിൽ മനുഷ്യരും നൃത്തമാടുന്നു. അയോധ്യ നഗരം എന്ന് മാത്രമല്ല, 3 ലോകങ്ങളും സന്തോഷിക്കുകയാണ്. അയോധ്യയിലെ വീഥികൾ വിളക്കുകളാൽ തെളിഞ്ഞു. പുരിയിൽ സ്വർണപ്രഭ തിളങ്ങുന്നു. കൗസല്യ പുത്രവതിയായി. ആകാശമണ്ഡലത്തിൽ ദേവഗണം ജയ ജയ രഘുപതി എന്ന് ആർത്തു വിളിച്ചുകൊണ്ടിരുന്നു. ദേവന്മാർക്ക് വിജയം നൽകുന്നതിനും രാവണനെ വധിക്കുന്നതിനുമായി നാരായണൻ അവതരിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷിക്കുന്നു. എല്ലാവർക്കും പുതിയ പ്രതീക്ഷയുണ്ടാകുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ ശ്രീരാമചന്ദ്രനും സഹോദരന്മാരും അയോധ്യയിൽ അവതരിച്ചു കഴിഞ്ഞു. ഈ കഥ പറയുന്നവരും കേൾക്കുന്നവരും സംസാര ദുഃഖത്തിൽ നിന്നും മോചനം നേടുന്നു എന്നാണ് കൃത്തിവാസ രാമായണം, അതുപോലെ വാൽമീകി രാമായണവും പറയുന്നത്. അത്രത്തോളം ശ്രേഷ്ഠമാണ് ഈ അവതാര കഥ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഈ അവതാര കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. 2-3 ആവർത്തി കേൾക്കണം. ഈ കഥ കേട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിച്ചാൽ എല്ലാ ദുഃഖങ്ങളും അകലും. അങ്ങനെ രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, ഭഗവാനെ സ്നേഹിക്കുക. ഹരേ കൃഷ്ണ.